കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രാജീവൻ ഗുണ്ടകളുടെ പിടിയിൽ അകപ്പെടുന്നുണ്ട്. ആ സമയത്ത് ഗിരിദേവനും ഉണ്ണിമോളും വാവരും എല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ രാജീവിനെ അയ്യപ്പസ്വാമി രക്ഷിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. അതിന്റെ വിശേഷങ്ങളും പിന്നീട് ഉണ്ണിമോളുടെ ഭാഗ്യനകത്തിരുന്ന വളകൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന കാര്യസ്ഥന്റെ മോളെ കൈയോടെ പിടികൂടുന്നുണ്ട് ഗിരിദേവനും വാവരും ഒക്കെ കൂടി ചേർന്ന്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു തമ്പുരുമോളുടെ അടുത്തേക്ക് ബ്രഹ്മരക്ഷസി ചെല്ലുവാണ്. ചെന്നിട്ട് അതും കൂടെ തരാൻ പറയാണ്. ഒരു മുറിക്കുള്ളിരിക്കുകയാണ് തമ്പുരുമോൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി. തമ്പുരുമോൾ അവിടെ കിടന്ന് അല്ലറി വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പേടിച്ചരണ്ട് ഒരു പരുവായിപ്പോയി തമ്പുരുമോള്. ഈ സമയത്താണ് അങ്ങോട്ട് അയ്യപ്പസ്വാമി വന്നേ. അയ്യപ്പസ്വാമിനെ കണ്ടതും ബ്രഹ്മരക്ഷസിന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലാതായി. ബ്രഹ്മരക്ഷസിന് അവിടുന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റില്ലാതായി. പിന്നീട് അയ്യപ്പസ്വാമിയും ബ്രഹ്മരക്ഷസും തമ്മിൽ അവിടെ വെച്ച് ഏറ്റുമുട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മരക്ഷസിന് അറിയാവുന്ന വിദ്യകളൊക്കെ ബ്രഹ്മരക്ഷസ് അയ്യപ്പസ്വാമിയുടെ നേർക്ക് പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഏറ്റില്ല. അതെല്ലാം അങ്ങനെ ചീറ്റിപ്പോവുക ചെയ്തേ. അവസാനം ബ്രഹ്മരക്ഷസിന് തമ്പുരുമോളുടെ അടുത്തുനിന്ന് തിരികെ പോരേണ്ടതായിട്ട് വന്നു. പിന്നീട് സങ്കടപ്പെട്ടിരിക്കുന്ന തമ്പുരുമോളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഗിരിധൻ. പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് ഇവിടെ ഇരുന്നു, ആരും ഉപദ്രവിക്കാനൊന്നും വരത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ തമ്പുരുമോളുടെ ഉള്ളിലൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഉണ്ണിമോൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഉണ്ണിമോൾക്ക് മനസ്സിലായി തമ്പുരുമോള് ബ്രഹ്മരക്ഷസിനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നേ. ആ പേടിയും വിറയലും ഒക്കെ കണ്ടിട്ട് പേടിക്കേണ്ട, ധൈര്യമായിട്ടിരുന്നോ, ഇനി പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഒപ്പം നിന്നോളാനും പറഞ്ഞുകൊണ്ട് തമ്പുരുമോളെയും കൂടെ ഉണ്ണിമോള് കൂടെ കൂട്ടുന്നുണ്ട്. ഈ സമയം രാജീവ് നല്ല ഭയത്തലായിരുന്നു. മുറിയിലേക്ക് കയറി കഥ കടച്ചിട്ടും ഭയം വിട്ടുകഴിഞ്ഞിട്ടില്ല. തന്നെ അന്വേഷിച്ച് ഗുണ്ടകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങോട്ട് രക്ഷപ്പെടും? പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. എൻ്റെ ഭഗവാനെ, ആകെപ്പാടെ പെട്ടൊരവസ്ഥയായിരുന്നു. ഈ സമയത്ത് ഗുണ്ടകൾ എന്ത് ചെയ്യണം, പുറത്ത് ഞങ്ങളുടെ മുറിയിലൊക്കെ കയറി ഇരിക്കുകയാണ്. പക്ഷെ അവന്മാരെ അടുത്ത് കയറിയിരിക്കാൻ വന്നല്ലോ, രാജീവിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് വന്നതല്ലേ. അങ്ങനെ അവന്മാര് പുറത്ത് ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് ഗിരിദേവൻ അങ്ങോട്ട് വരുന്നത്. ഗിരിദേവൻ വന്നിട്ട് പറഞ്ഞു, അല്ല നിങ്ങൾ ആരെ അന്വേഷിക്കണേന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ലാന്നോടെ. അല്ല, നിങ്ങളെ കുറെ സമയമായിട്ട് നോക്കിക്കൊണ്ട് അവിടെ ഒരാൾ പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതെ, അങ്ങോട്ട് നോക്കിയാൽ മതി, അവിടെ ഉണ്ടെന്ന് പറയാണ്. ഈ കാഴ്ച കണ്ടതും അവന്മാരെന്ത് ചെയ്യാണ്, അവരങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ആരെയും കണ്ടില്ല. പെട്ടെന്ന് അവിടെ ആരോ ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് അങ്ങോട്ട് പോകുവാണ്. ഈ സമയം രാജീവൻ കയറി ഓടുവാണ്, മുറിയിലേക്ക് കയറി ഓടുവാണ്. കാരണം ഇമാരവിടെ നിൽക്കുന്ന കണ്ടായിരുന്നു. അപ്പൊ ഗിരിദേവൻ കാണിച്ചു കൊടുക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പൊ ഗിരിദേവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയത്തില്ല. ഗിരിദേവൻ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രാജീവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഗിരിദേവൻ രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ എന്നറിയത്തില്ല. ഒരു കാരണവശാലും രാജുവിനെ ആ സമയത്ത് ശിക്ഷിക്കാൻ വഴിയില്ല. അനുപമയും ദേവകിയമ്മയും മനപുരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിൽ. അതോടൊപ്പം തന്നെ അയ്യപ്പസ്വാമിയോട്, എന്റെ ഭഗവാനെ രാജീവൻ ഒരു ആപത്തും കൂടാതെ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആ പ്രാർത്ഥന അയ്യപ്പസ്വാമിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പോരാത്തിന് മുത്തശ്ശിയുടെ പ്രാർത്ഥന, തന്റെ മകന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ അപകടത്തിലാന്ന് മുത്തശ്ശി അറിഞ്ഞു കഴിഞ്ഞു. ആ ജോത്സ്യം വന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ പ്രാർത്ഥിക്കാതിരിക്കാൻ മുത്തശ്ശിക്ക് പറ്റില്ല. പ്രാർത്ഥിക്കാതിരിക്കാൻ മുത്തശ്ശിക്ക് പറ്റില്ലല്ലോ. ഇനിയിപ്പോ അനുപമ അത്രയും വലിയ തെറ്റുകൾ ചെയ്തെങ്കിൽ പോലും മുത്തശ്ശിയുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാനായിട്ട് അയ്യപ്പസ്വാമിക്ക് കഴിയില്ല. ഒരു പക്ഷേങ്കില് രാജീവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഗിരിദേവന് അങ്ങനെ ഒരു പരിപാടി കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ രാജീവിനെ അന്വേഷിച്ച് അകത്തേക്ക് ഗുണ്ടകൾ ചെല്ലുമ്പോ അവിടെ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയത്തില്ല. ഒരു പക്ഷെ അവിടെ വെച്ച് ഗുണ്ടകൾക്കിട്ടൊരു പണി തന്നെ കൊടുക്കുമായിരിക്കും ഗിരിദേവന്. ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ പുറത്തായിരുന്ന സമയത്ത് ഉണ്ണിമോളുടെ മുറിയിലേക്ക് ചെന്ന് കയറുവാണ് കാര്യസ്ഥന്റെ മോള്. അവളാള് ഭയങ്കരയാണ്. കാരണം അവിടെ വരുന്ന എല്ലാവരുടെയും പണമൊക്കെ മോഷ്ടിക്കാനായിട്ട് അവൾക്ക് ഭയങ്കര മിടുക്കാണ്. അപ്പൊ ഉണ്ണിമോളുടെ ബാഗിനകത്തുനിന്ന് 2 വള നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അവള്. അത് അടിച്ചു മാറ്റാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നേ. അങ്ങനെ അവിടെ ചെന്നിട്ട് ആ ബാഗ് തുറന്ന് ആ വളയെടുത്ത് കൈ പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗിരിദേവനും ഉണ്ണിമോളൊക്കെ അങ്ങോട്ട് വരുന്നത്. അവൾ എന്ത് ചെയ്യണം, വള നോക്കിയിട്ട് പൈതൃക്കെ എടുത്ത് കയ്യേലേക്ക് ഇട്ടു. പെട്ടെന്ന് ഉണ്ണിമോളൊക്കെ അങ്ങോട്ട് കയറി വരിക. അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഇവരെ കണ്ടപ്പോൾ ഒരു ഞെട്ടലുണ്ടായി. ഇത് കണ്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, പേടിക്കണ്ട, ചേച്ചിക്ക് വേണ്ടി ഞങ്ങളത് കൊണ്ടുവന്നാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാര്യസ്ഥന്റെ മോൾക്കൊരു അത്ഭുതമായിരുന്നു തോന്നുന്നു. എനിക്ക് വേണ്ടിയിട്ടോ? അതെന്തിനാന്നുള്ള ഒരു ചോദ്യം പുള്ളിക്കാരത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ചേച്ചി അതിന് കയ്യെന്ന് ഊരൊന്നും വേണ്ട, ചേച്ചി അത് എടുത്തോന്ന് പറയണം. പുള്ളിക്കാരത്തേക്ക് അതിൽ വലിയ വേറെ സന്തോഷം വേറെ കിട്ടാനില്ല. 2 സ്വർണത്തിന് വലിയ കാപ്പുകളാണ്.
തനിക്ക് വേണ്ടി കൊണ്ടുവരണമെങ്കിൽ ഇവരാരായിരിക്കും? ഗിരിദേവൻ എന്തോ ഒരു തന്ത്രം ഒപ്പിച്ചിട്ടുണ്ട് അതിനകത്ത്. കാരണം ആ 2 വള കൊടുക്കണമെങ്കിൽ അതിന് പിന്നെ ഒരു കാരണം ഉണ്ടായിരിക്കും. ഉണ്ണിമോള് ബാഗ് തുറന്നു നോക്കിയപ്പം ആ വള ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ഉണ്ണിമോള് ഗിരിദേവനോട് ചോദിച്ചാ ഇത് എനിക്കും തമ്പുരുവിനും ആണോന്ന്. പക്ഷെ നിങ്ങൾക്കല്ല, ഇതിനൊരു അവകാശം വരും, അത് അവർക്കുള്ളതെന്ന് പറയുകയും ചെയ്തായിരുന്നു. അപ്പൊ ഒരു കടുത്ത ശിക്ഷ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാര്യസ്ഥന്റെ മോൾക്ക് ഗിരിദേവൻ ആ വള സമ്മാനിച്ചിരിക്കുന്നത്. ആ വളയും കയ്യിലിട്ടുകൊണ്ട് ഗിരിദേവൻ കാര്യസ്ഥന്റെ മോൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് പായസമൊക്കെ ആയിട്ട് ബ്രഹ്മരക്ഷസിന്റെ അടുത്തേക്ക് ഉണ്ണിമോള് ചെല്ലുന്നുണ്ട്. അപ്പൊ ബ്രഹ്മരക്ഷസിനെ മയക്കാനുള്ള അടുത്ത അടവ് ഗിരിദേവൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന. അപ്പൊ കുറച്ച് പായസമൊക്കെ ഉണ്ണിമോളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഉണ്ണിമോൾ ഉണ്ടാക്കിയതാന്നും പറഞ്ഞ് കൊണ്ടേ കൊടുക്കാൻ പറയണ്. പക്ഷെ ഉണ്ണിമോൾക്ക് അറിയത്തില്ല അത് ബ്രഹ്മരക്ഷസാന്ന്, ഒരു അപ്പൂപ്പനാന്ന് മാത്രം അറിയത്തുള്ളൂ. ഭയങ്കര ജ്ഞാനിയാന്ന് അറിയാം. താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉത്തരങ്ങളും പറയുന്നുണ്ട്. ഒരു ചോദ്യം ചോദിച്ചാൽ മതി, അതിന്റെ ഫുൾ കഥകൾ മുഴുവൻ ഉണ്ണിമോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിമോൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പേടിയൊന്നും ഉണ്ണിമോൾക്കും തോന്നിയില്ല. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഉണ്ണിമോൾക്ക് ഒരു ബ്രഹ്മരക്ഷസിനെ കാണാൻ പറ്റുന്ന ആ നെറ്റി തൊട്ടിരിക്കുന്ന ആ കുറി കൊണ്ട് മൂലമാണ്. ആ കുറി നെറ്റിയിലുള്ളതുകൊണ്ടാണ് ഉണ്ണിമോൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ദേവിയുടെ കുങ്കുമാന്നും പറഞ്ഞ ഗിരിദേവൻ അത് തൊടാൻ പറഞ്ഞ്. അപ്പോൾ അത് വൈകുന്നേരം തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുന്നോടം വരെ ശക്തി ഇരിക്കും. അതുകൊണ്ട് ഉണ്ണിമോൾക്ക് ബ്രഹ്മരക്ഷസിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ പാൽപ്പായസമൊക്കെ ആയിട്ട് ഉണ്ണിമോൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ആദ്യം ബ്രഹ്മരക്ഷസൊന്നും വാങ്ങാനായിട്ട് കൂട്ടാക്കില്ല. പിന്നീട് ഉണ്ണിമോളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ഗിരിദേവൻ എന്തോ ഒരു തന്ത്രം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉണ്ണിമോളുടെ കയ്യിൽ ആ പായസം കൊടുത്തു വിട്ടത്. ഒന്ന് കാണാതെ ഗിരിദേവൻ ഒന്നും ചെയ്യത്തില്ലോ. തമ്പുരനെ എങ്ങനെയും രക്ഷിക്കണം, അതിനുവേണ്ടി ബ്രഹ്മരക്ഷസിനെ എങ്ങനെയും കൈക്കലാക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഉണ്ണിമോളെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. നാളെ അറിയാൻ രാജീവിന് എന്തു പറ്റി. ഇനിയിപ്പോ ഗിരിദേവൻ കാണിച്ചു കൊടുത്താണോ അതോ ഇനിയിപ്പം ഗിരിദേവൻ രക്ഷിക്കാൻ ശ്രമിച്ചാണോ ഒന്നും അറിയത്തില്ല. രാജീവിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ അറിയത്തില്ല. ഇനി ഉണ്ണിമോള് ഉറപ്പായിട്ടും നാളെ രാജീവിനെ കണ്ടുമുട്ടും. ഉണ്ണിമോള് കണ്ടുമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദേവികമ്മയോടും അനുപമയോടൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പൊ ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ എന്റെ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരും കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.